ഹോട്ട് ആൻഡ് സ്പൈസി. ഇന്ന് വെജ് കൊണ്ട് ഒരു നോൺ വെജ് ഗ്രേവിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അവിടെ ഒരു കൺസ്ട്രക്ഷൻ നടക്കുന്നുണ്ട്, അതിൻ്റെ ബഹളം ഉണ്ടാവും. അപ്പോൾ അധികം ഞാൻ ഇൻട്രോയ്ക്കൊന്നും പോകുന്നില്ല. വാഴയ്ക്കുണ്ട് ഒരു ചോപ്സ്, ശരിക്കും ഒരു ചിക്കൻ കറിയുടെ പോലെയുള്ള ഒരു ഗ്രേവിയാണ്, അല്ലെങ്കിൽ റോസ്റ്റ് എന്നോ എന്ത് വേണമെങ്കിൽ പറയാം. പക്ഷെ നമ്മുടെ താരം വാഴയ്ക്കയാണ്. അപ്പോൾ ചപ്പാത്തിക്കും ചോറിനും ഒക്കെ അടിപൊളി റെസിപ്പിയാണ്. എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ താരം വാഴയ്ക്കയാണ്. നമുക്കൊന്ന് കട്ട് ചെയ്തിട്ട് വരാം. അപ്പോൾ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. കുറച്ച് തിക്കായിട്ടാണ് കട്ട് ചെയ്യേണ്ടത് കേട്ടോ. നമുക്കിങ്ങനെ എന്താ പറയുക, ചിക്കൻ പീസസ് പോലെ ഇങ്ങനെ കടിച്ച് കഴിക്കാൻ പറ്റുന്ന പോലെ ഒരു സാധനം വേണ്ടേ. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ ഫസ്റ്റ് ഒന്ന് ഇനി റോസ്റ്റ് ചെയ്തിട്ട് വരാം. അടുപ്പത്ത് നമുക്കൊരു ഫ്രൈങ് പാൻ വയ്ക്കാം. ഈ വെള്ളം ഒന്ന് വച്ചിട്ട് ചൂടായിട്ട് എണ്ണ വയ്ക്കാം. അപ്പോൾ ഞാൻ ആദ്യം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കട്ട് ചെയ്ത് വാഴയ്ക്ക, കുറച്ച് മുളക് പൊടി, ഇതൊക്കെ ഒരു അര ടേബിൾ സ്പൂണൊക്കെ മതി കേട്ടോ. ബാക്കി നമ്മൾ ഉള്ളി തക്കാളി വഴറ്റുന്നതിൽ മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇത് എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന്, ഉപ്പുണ്ട് കേട്ടോ, സോറി അത് മാത്രം, ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും എടുത്ത് ഒന്ന് വേഗം റോസ്റ്റ് ആവും. നമുക്കിതൊന്ന് ജസ്റ്റ് റോസ്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ തിരി കുറച്ചിട്ട് ഇതൊന്ന് നമുക്ക് വറുത്ത് കോരാം. ജീരകം ഇടാം, അതൊന്ന് പൊട്ടട്ടെ. അതിലേക്ക് ഉള്ളി, വേഗം വഴണ്ട് വരാൻ വേണ്ടി നമ്മുടെ ഉപ്പ്. അപ്പോൾ ഓൾറെഡി വാഴയ്ക്കയിൽ ഇട്ടിട്ടുണ്ട്. ഇനി ഉള്ളിക്കും തക്കാളിക്കുള്ളത് മാത്രം നമുക്ക് ഇതിലിട്ടാൽ മതി. ഇത് വഴണ്ട് വരട്ടെ. അപ്പോൾ ഏകദേശം ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇത് വീട്ടിൽ അരച്ച പേസ്റ്റാണ്. അപ്പം അത് കുറച്ചും കൂടെ ഇപ്പോൾ വീര്യം കൂടും. അതുകൊണ്ട് ഒരു 3/4 ടീസ്പൂൺ ഞാൻ ഇടുന്നുള്ളൂ. ഇത് വല്ലാണ്ട് വഴണ്ട് വരണ്ട, കാരണം ആ പച്ചമണം ഒന്ന് പോയാൽ മതി. നമ്മൾ അരയ്ക്കാനാണ്. ശരിക്കും നമ്മളെ ഗ്രേവി പോലെ റോസ്റ്റായി വരണമെന്നില്ല. പച്ചമണം ഒന്ന് പോട്ടെ. പച്ചമണം ഒന്ന് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തക്കാളി അരിയാം. ഈ തക്കാളിയുടെ വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വന്ന് അതൊന്നിങ്ങനെ വഴണ്ട് വരുമ്പോൾ നമുക്ക് മസാലപ്പൊടികൾ ആഡ് ചെയ്തിട്ട് ആറാൻ വയ്ക്കാം, അരയ്ക്കാൻ വേണ്ടി. അപ്പം നന്നായിട്ട് ഉടഞ്ഞുണ്ട് തക്കാളി. നമുക്കിതിലേക്ക് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, നമ്മൾ ഓൾറെഡി വാഴയ്ക്കുള്ളത് ഇട്ടിട്ടുണ്ട്. ബാക്കിയാണ് ഇവിടെ ആവശ്യം. മുളക് പൊടി, ഇത് നോർമൽ മുളക് പൊടിയാണ്. കാശ്മീരി മുളക് പൊടിയാണെങ്കിൽ കുറച്ചും കൂടെ ഇടാം, കളറും വരും, ഒരു റോസ്റ്റിൻ്റെ പരിവാവും. ഇതൊന്ന് പച്ചക്കുത്തൽ മാറട്ടെ. നമുക്കിത്തിരി കരിവേപ്പിലയും കൂടി ഇടാം. ഓക്കെ, പച്ചക്കുത്തൽ മാറട്ടെ. അപ്പം എല്ലാം ഒന്ന് നന്നായി വഴണ്ട് വന്നിട്ട് നമുക്കിതിനി ഓഫ് ചെയ്ത് ഒന്ന് ആറിയിട്ട് അരച്ചിട്ട് വരാം. അപ്പോൾ അരച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അതേ പാത്രം എടുത്ത് കുറച്ച് എണ്ണ ഒഴിക്കണം. കടുകും ജീരകവും ഒന്ന് പൊട്ടിക്കാം. കടുക് പൊട്ടിയപ്പോൾ കരിവേപ്പിലയും ജീരകവും ഇട്ടിട്ടുണ്ട്.
അതും കൂടെ ഒന്ന് ഇടാം. വേണമെങ്കിൽ കുറച്ച് ചെറിയ ഉള്ളി ഇപ്പോൾ ഇടാം, ഒരു 5 or 6 നമ്മളിങ്ങനെ കടുക് വറുക്കാൻ ഇടുന്ന പോലെ. ഞാൻ ഇപ്പോൾ ചെറുപ്പുള്ളി എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല, അതുകൊണ്ട് ഇട്ടില്ല. ഇപ്പോൾ നമ്മുടെ അരച്ച പേസ്റ്റ് അധികം വെള്ളം ഒഴിക്കാണ്ട് അരയ്ക്കണം, അല്ലെങ്കിൽ നമ്മളിത് മുഴുവൻ എടുത്ത് ഇങ്ങനെ വഴറ്റണ്ടേ, വെള്ളം പോകുന്നവരെ. ഒരു തിള വരുമ്പോൾ നമുക്ക് വാഴക്കയും കൂടെ ആഡ് ചെയ്യാം. എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നപ്പോൾ ഞാൻ നമ്മുടെ വാഴക്കയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം നമുക്കൊന്ന് മുരിച്ചെടുക്കാം. ഈ മസാലയിൽ അങ്ങോട്ട് കോട്ട് ചെയ്ത് മുരിച്ച പോലെ എടുക്കാം കേട്ടോ. അപ്പോൾ നല്ലോണം മുരിഞ്ഞ് ബീഫ് റോസ്റ്റ്, ചിക്കൻ റോസ്റ്റ് പോലെയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് തീ ഓഫ് ചെയ്ത് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അടിപൊളി ടേസ്റ്റാണ്. ചപ്പാത്തിക്കും പൊറോട്ടയ്ക്കൊക്കെ അടിപൊളി കോംബോ ആണ്. അപ്പോൾ ടേസ്റ്റ് ചെയ്തിട്ട് കമൻറ്റ് ചെയ്യൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറക്കണ്ട.